ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഒരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടായിരുന്നു. സന്ദീപ് എടപ്പാളിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു, ഒരു റിയാക്ഷൻ വീഡിയോ ആയിരുന്നു. സബ്സ്ക്രിപ്ഷനെ പറ്റിയിട്ടാണ് അവർ സംസാരിച്ചത്. അയാൾ സന്ദീപ് സംസാരിച്ചിരിക്കുന്നത് രജിത് സാറിൻ്റെ ഒരു വീഡിയോ റിയാക്ട് ചെയ്തേക്കുന്നതാണ്. രജിത് സാറിനെ സപ്പോർട്ട് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തേക്കുന്നതാണ്. മീൻസ് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുള്ള ലേഡീസ്, അതിൽ വന്നിരിക്കുന്ന കോണ്ടന്റ് എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷനെ പറ്റിയുള്ള പെണ്ണുങ്ങളെയും ഇപ്പം നടക്കുന്ന ആരായിരിക്കും എന്നുള്ള ഉദ്ദേശത്തിൽ അസുഖം വന്നു, അതുകൊണ്ട് അയാൾ പുണ്യാളത്തിയായി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അതിപ്പോൾ ആരാണെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, പേര് പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പോൾ എനിക്ക് അയാളായിട്ട് യാതൊരു വിധ പ്രശ്നവുമില്ല. ഞാൻ പറയാൻ വന്നത്, രജിത് സാർ അതിൽ പറയുന്നത് സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് ഡിവോഴ്സായിട്ടുള്ള പെണ്ണുങ്ങളാണെന്ന്. ഡിവോഴ്സായിട്ടുള്ള പെണ്ണുങ്ങൾക്ക് സമൂഹത്തിലുള്ള ആണുങ്ങളോട് മുഴുവൻ വിരോധമാണെന്നാണ്. ഞാൻ ആ പോയിന്റ് മാത്രം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. ബാക്കിയൊന്നും എന്നെ സംബന്ധിക്കുന്ന കാര്യമേ അല്ല. സബ്സ്ക്രിപ്ഷനും വേറെ ആരോഗ്യവും കാര്യങ്ങളും അതൊന്നും എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല. പക്ഷെ ആ ഡിവോഴ്സായിട്ടുള്ള ലേഡികൾക്ക് മുഴുവൻ സമൂഹത്തിലുള്ള ആണുങ്ങളോട് വിരോധമാണെന്ന് പറഞ്ഞത് അത് രജിത് സാർ തിരുത്തണം. ഞാനും ഡിവോഴ്സ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. എൻ്റെ 2 കല്യാണം കഴിഞ്ഞതാണ്. ഞാൻ ഫസ്റ്റത്തെ ലീഗലി മാരേജ് കഴിഞ്ഞു, അതിൻ്റെ ലീഗലി ഡിവോഴ്സും കഴിഞ്ഞാണ്. സെക്കൻഡ് മാരേജ് കഴിഞ്ഞു. അതിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങളെല്ലാം കണ്ടതാണ്. ആളിവിടെ ഇല്ല, അമേരിക്കയിലായതുകൊണ്ട് എനിക്ക് ലീഗലി ഒന്നും മൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ കേസ് കൊടുത്തിട്ടിരിക്കുകയാണ്. അതിൻ്റെ കേസും കാര്യങ്ങളും നടക്കണമെന്നുണ്ടെങ്കിൽ ആൾ ഇന്ത്യയിലെത്തണം. അപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറ് പറഞ്ഞത് ഡിവോഴ്സ് ആയിട്ടുള്ള പെണ്ണുങ്ങൾ, അവർക്ക് സമൂഹത്തിലുള്ള ആണുങ്ങളെ മുഴുവൻ വെറുപ്പും വിദ്വേഷവും ദേഷ്യവും ആണ് എന്നുള്ളത്, അവരെ കരിവാരത്തേക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്ന് പറയുന്നതും പ്രവർത്തിക്കുന്നതും. സാറാ പറഞ്ഞത് ശരിയായില്ല കേട്ടോ. മീൻസ് എനിക്ക് 2 അനുഭവം ഉണ്ടായിട്ടും ഞാൻ സമൂഹത്തിലുള്ള ആണുങ്ങളെ മുഴുവൻ അയ്യോ ഈ ആണുങ്ങളെല്ലാം ഒരേപോലെയുള്ള ആൾക്കാരാണ് എന്ന് പറയുന്നില്ല. ആ തെറ്റ് ചെയ്ത ആൾക്കാർ അവരുടെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് അവരങ്ങനെയാണ്. അന്ന് പറ്റിയ സമൂഹത്തിലുള്ള ആണുങ്ങൾ മുഴുവൻ അവരെ പോലെ തെറ്റുകാരാണ്. അല്ല, സമൂഹത്തിലുള്ള മുഴുവൻ ആണുങ്ങളെ ഞാൻ ആ രീതിയിൽ കാണുന്ന ഒരു വ്യക്തിയല്ല. ഡിവോഴ്സ് ആയതുകൊണ്ടാണ് ഞാനിതിന് പ്രതികരിച്ചത്. രജിത് സാറിനെ പോലെ അത്രയും വിദ്യാഭ്യാസമുള്ള ഒരാൾ, അത്രയും നല്ലൊരു രീതിയിൽ നിൽക്കുന്ന ആള് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായാലും പിൻവലിക്കണം. ഡിവോഴ്സായി എത്ര സ്ത്രീകൾ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കിയിട്ട് അവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. രജിത് സാറിനെ നോക്കി അറിയാൻ പറ്റും. അപ്പോൾ ആ ഡിവോഴ്സായ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞത് അതെന്തായാലും മാറ്റണം. രജിത് സാറിനെ പറ്റി ഞാനിങ്ങനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതാരാണ്, ഇവളാരാണ്, ഇത്രയും വലിയൊരാളെ പേടിയൊന്നുമായിട്ടല്ല, ബഹുമാനം കൊണ്ട് പറയുന്നതാണ് സാറ് ആ ഡിവോഴ്സായ പെണ്ണുങ്ങളെ മൊത്തത്തിൽ തരം താത്തിയാണ് സംസാരിച്ചിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ വീട്ടുപണി വരെ ചെയ്ത് കുട്ടികളെ നോക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് സാർ എന്തായാലും പിൻവലിക്കണം. ഞാൻ പറയുന്ന വീഡിയോ സന്ദീപ് എടപ്പാളിന്റെ വീഡിയോയിൽ കിടക്കുന്നുണ്ട്. യൂട്യൂബിൽ, FBയിൽ, ഇൻസ്റ്റയിലെല്ലാം കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ സാറ് ഈ ഒരു പ്രൊഫസർ എന്ന നിലയിൽ നിൽക്കുന്ന ഒരാളാണ് രജിത് സാർ എന്തായാലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചേ പറ്റൂ. ഡിവോഴ്സ് ആയ പെണ്ണുങ്ങളാണ് മൊത്തത്തിലെല്ലാം കാണിച്ചു കൂട്ടണേന്നുള്ള രീതിയിലുള്ള സംസാരം സാർ എന്തായാലും അത് മാറ്റണം, പിൻവലിച്ചേ പറ്റൂ. ഇതിനെ എത്ര പേര് എന്നെ സപ്പോർട്ട് ചെയ്താലും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പറയാനുള്ളത് പറയും. ഞങ്ങൾ സമൂഹത്തിലുള്ള ഒരു ആണുങ്ങളെ കുറ്റം പറയുന്നില്ല. നമ്മളോട് തെറ്റ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെ പറയുന്നുണ്ട്. അല്ല, സമൂഹത്തിലുള്ള ആണുങ്ങൾ മുഴുവൻ തെറ്റുകാരാണ് അല്ലെങ്കിൽ അവരങ്ങനത്തെ ആൾക്കാരാണ് ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. സാർ അത് പിൻവലിക്കണം.